രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. നേതാക്കളുമായിട്ടൊക്കെ രാഹുൽ സംസാരിച്ചു. ഇപ്പോൾ ആ ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനായിട്ടുള്ള സമയം, നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരു സമയം. അപ്പോൾ ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് കാലം മാത്രമേ ഉള്ളപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ ഭയമുണ്ട്, ഇത് തോൽക്കുമോ എന്നുള്ളൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? കോൺഗ്രസ് ഇത് വി സതീശൻ്റെ കൂടി നിലപാട് ഇതാണെന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇന്ന് ഈ സസ്പെൻഷൻ്റെ വിവരം വന്ന ശേഷം, വിവരമൊക്കെ വന്ന ശേഷമാണ് 12 മണിക്ക് സണ്ണി ജോസഫ് KPCC പ്രസിഡൻറ്റിൻ്റെ ചെറിയ പത്രസമ്മേളനം. കാരണം അദ്ദേഹം ചോദ്യങ്ങൾക്കൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് വി സതീശൻ വേറൊരു സ്ഥലത്ത് ചടങ്ങിന് പോകുമ്പോൾ അവിടെ വെച്ച് ഈ സണ്ണി ജോസഫിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം സണ്ണി ജോസഫ് പറഞ്ഞതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്തൊരു നിലപാടാണ് ഇങ്ങനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയാണ്. ഇങ്ങനൊരു നടപടി ആരും എടുത്തിട്ടില്ല എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ ഇനി ഇരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അംഗമായിട്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹം മാറി, ഈ കോൺഗ്രസ് ബെഞ്ചിൽ നിന്നൊക്കെ മാറി വേറെ ഈ സ്വതന്ത്രരൊക്കെ ഇരിക്കുമല്ലോ, അവിടെ പോയൊരു പ്രത്യേക ബ്ലോക്കായിട്ടോ മറ്റോ ഇരിക്കുക എന്നുള്ളതാണ്. നിയമസഭയിൽ ഇനി ഇരിക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയാസ്പദമാണ്. കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥതയൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭയിൽ ഈ വിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. വിപ്പ് സാധാരണഗതിയിൽ വരുന്നത് വോട്ടെടുപ്പിൻ്റെയൊക്കെ സമയത്താണ്. അവിശ്വാസ പ്രമേയം, ഇപ്പോൾ കോൺഗ്രസ് പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയാണെന്നിരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വോട്ടെടുപ്പുണ്ടാവും. അവിശ്വാസ പ്രമേയം ഏതായാലും ജയിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. ജയിക്കില്ലെങ്കിലും പലപ്പോഴും ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാറുണ്ട് നിയമസഭകളിൽ. ജയിക്കും, അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ജോലി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ വോട്ടെടുപ്പ് ഉണ്ടാവുമല്ലോ. വോട്ടെടുപ്പിൻ്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഉണ്ടെന്നിരിക്കട്ടെ, നിയമസഭയിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, പാർട്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വിപ്പ്, മറ്റേ കോൺഗ്രസിൻ്റെ വിപ്പ് രാഹുൽ മാങ്കൂട്ടം അംഗീകരിക്കണമല്ലോ. എന്നിട്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ കൂടെയല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, കോൺഗ്രസിൻ്റെ കൂടെ അല്ല വോട്ട് ചെയ്തതെങ്കിൽ, അങ്ങനെയല്ല വിപ്പ് ലംഘിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യത വരും. കാലുമാറ്റ നിരോധന നിയമം അനുസരിച്ചിട്ട് അങ്ങനെയാണ് വ്യവസ്ഥകൾ. എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പിൻ്റെ സമയത്ത്, ചില സമയത്ത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വോട്ടെടുപ്പ് വരാം. അപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ഉണ്ടായിരിക്കുകയും അവിടുത്തെ വിപ്പ്, കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ് കൊടുക്കുകയും ചെയ്താൽ കോൺഗ്രസ്സിന് തന്നെയാണ് വോട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സസ്പെൻഷനിലായെങ്കിലും അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, കോൺഗ്രസിൻ്റെ MLA തന്നെയാണ്. അപ്പോൾ പാർട്ടിയിൽ നിന്ന്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ നീക്കിക്കളയാമെങ്കിൽ പിന്നെ MLA സ്ഥാനത്ത് നിന്ന് നീക്കാൻ എന്താ പ്രയാസം? അപ്പോൾ അതുകൊണ്ട് ഇത് വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു വിദ്യ മാത്രമാണത്, ഈ വിപ്പിൻ്റെ പ്രശ്നം കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ പിന്നെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MLA സ്ഥാനം നിലനിർത്തണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? ഇനി അവിടെ സാധാരണഗതിയിൽ മറ്റേ ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പ് 151A, ആ 151Aയിൽ ഒരു വർഷത്തിൽ താഴെയാണ് ഇനി നിയമസഭയുള്ളത് എങ്കിൽ മറ്റേ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിർബന്ധമില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ നിർബന്ധമായിട്ടൊന്നും ആ വകുപ്പിൽ പറഞ്ഞതായിട്ട് തോന്നുന്നില്ല, അങ്ങനെ വേണമെന്നില്ല എന്നുള്ള മട്ടിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ 6 മാസം 7 മാസമൊക്കെ മാത്രം നിയമസഭയ്ക്ക് കാലാവധി ഉള്ളപ്പോഴും ഇന്ത്യയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുക എന്നിരിക്കട്ടെ, ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഇയാൾ രാജിവെച്ചു, ഉപതെരഞ്ഞെടുപ്പ് വേണം. ഉപതെരഞ്ഞെടുപ്പിന് പേടിയുണ്ട് കോൺഗ്രസ്സിന്. കാരണം ഇനി BJP ജയിക്കുമോ? കാരണം
CPM എന്തായാലും തോറ്റു പോകുമല്ലോ. 7 CPM സരിനെത്തിയില്ല. 2ാം സ്ഥാനത്തൊക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്ന BJPക്കും ഒക്കെ ഇത് നന്നായിട്ട് അവിടെ കത്തിക്കാൻ പറ്റും. ഷാഫി പറമ്പിലിൻ്റെ അഭ്യാസങ്ങളൊന്നും ഇനി നടക്കണമെന്നില്ല. ഷാഫി പറമ്പിലിന് വേറൊരു അജണ്ട. കാരണം ഷാഫിയും ചിലപ്പോൾ ഷാഫിയുടെ ഗ്രൂപ്പിൽ, ഷാഫിക്കിപ്പോൾ ഗ്രൂപ്പുണ്ട്, ഷാഫിയുടെ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് മാങ്കൂട്ടം. അപ്പോൾ ഷാഫിയുടെ ഗ്രൂപ്പ് മാങ്കൂട്ടൻ രാജിവെക്കണ്ട, MLA സ്ഥാനം രാജിവെക്കണ്ട ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം. അങ്ങനെ നേതൃത്വത്തിന് വെല്ലുവിളിച്ചിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ സരിൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ ആഗ്രഹിച്ചിരുന്നത്. പറ്റില്ല എന്ന് പറഞ്ഞത് ഷാഫിയാണ്. അപ്പോൾ ഷാഫിയുടെ പരിധിക്ക് അന്നത്തെ KPCC പ്രസിഡന്റ് നിൽക്കേണ്ടി വന്നു. ഇന്നത്തെ KPCC പ്രസിഡന്റിനും ആ പരിധിക്ക് നിൽക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം MLA സ്ഥാനം രാജിവെക്കുന്നതായിരുന്നു ഭംഗി. രാജിവെക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? പാലക്കാടിന് മാങ്കൂട്ടത്തിന് കാലുകുത്താൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം അവിടെ ഒരു പാർട്ടിയും BJPയും സമ്മതിക്കില്ല, CPMഉം സമ്മതിക്കില്ല, കാലുകുത്താൻ സമ്മതിക്കില്ല, ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ പറ്റില്ല. വരിയുടയ്ക്കപ്പെട്ടൊരു MLA ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അതിലും നല്ലത് രാജിവെച്ച് പോകുക എന്നുള്ളതല്ലേ. ആ പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ, MLA ഓഫീസിൽ പോകാൻ പറ്റില്ല എങ്കിൽ ആ പണിയെടുക്കാതെ രാജിവെച്ച് പിരിയുന്നതായിരുന്നു മര്യാദയും അല്ലേ, മാന്യതയും അന്തസ്സും. സ്ത്രീകളുടെ സംരക്ഷണം നോക്കിയിട്ടാണ് സസ്പെൻഡ് ചെയ്തതെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. സ്ത്രീകളുടെ സംരക്ഷണം നോക്കുകയാണെങ്കിൽ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയല്ലേ വേണ്ടേ? MLA സ്ഥാനം എന്ന് പറഞ്ഞൊരു അധികാരമല്ലേ. അധികാരത്തിലിരിക്കുന്ന ആള് അല്ലേ അധികാരം പ്രയോഗിച്ച് സ്ത്രീകളെ മെക്കിട്ട് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ഒടുവിൽ കർണാൽ, ഹരിയാനയിൽ ഈ കർണാൽ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിച്ച ആള് നായിബ് സിംഗ് സൈനിയാണ്. അവിടെ മുഖ്യമന്ത്രിയാണ്. കാരണം ഖട്ടറിലെ മുൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിരുന്നു കർണാൽ. അപ്പോൾ ഖട്ടാർ രാജിവെച്ചു, അദ്ദേഹം കേന്ദ്രത്തിൽ പോയല്ലോ, മന്ത്രിയായില്ലേ. അപ്പോൾ നായിബ് സിംഗ് സൈനിക്ക് അദ്ദേഹം മണ്ഡലം ഇല്ലാതെ മുഖ്യമന്ത്രിയാവുകയാണ്. 6 മാസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണം. അതുകൊണ്ട് കർണാലിൽ തിരഞ്ഞെടുപ്പ് പറ്റില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു കോടതിയിൽ. കേസ് കൊടുത്തപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നിലപാടിതാണ്. ഇതൊരു അടിയന്തര ഘട്ടമാണ്. അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾക്ക് ജയിക്കേണ്ടതുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ഈ മണ്ഡലത്തിൽ മാത്രമാണ്. ബാക്കി മണ്ഡലങ്ങളിലൊക്കെ MLA ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ 151A ബാധകമല്ല, അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഹൈക്കോടതി അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുധീർ സിംഗ്, ഹർഷ് ബങ്കർ, ഈ 2 ജഡ്ജിമാരും കൂടി വിധിച്ചു ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ. 6-7 മാസം അവിടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഉപതെരഞ്ഞെടുപ്പിന്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ കർണാലിൻ്റെ ഒരു ഉദാഹരണം കോൺഗ്രസിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ താഴെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ളത് ഒരു അലിഖിത നിയമമല്ല. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാം. ഇലക്ഷൻ കമ്മീഷൻ എന്തായാലും BJPയുടെ വാലാട്ടികളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാണല്ലോ. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് തീരുമാനിക്കാം പാലക്കാട്. അപ്പം അങ്ങനെ അവർ പേടിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇത് നടന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ അക്കോളയിൽ ഇങ്ങനെ 1 കൊല്ലം മാത്രമുള്ളപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. നാഗ്പൂർ ബെഞ്ച് ഇത് ഒരിക്കൽ ഈ അക്കോളയിലെ ഉപതെരഞ്ഞെടുപ്പ് നാഗ്പൂരിലെ മുംബൈ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് അക്കോളയിലെ ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കി, ഈ 151A പറഞ്ഞിട്ട്. പക്ഷേ ഹരിയാനയിൽ 1986 തോഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 1 കൊല്ലം, കഷ്ടിച്ച് 1 കൊല്ലം ബാക്കിയുള്ളപ്പോഴാണ്. ഒഡീഷയിൽ 1999 ലക്ഷ്മിപൂർ ഉപതെരഞ്ഞെടുപ്പ് 1 കൊല്ലത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളപ്പോഴാണ്. നാഗാലാൻഡിൽ 2013 നോർത്തേൺ അങ്കാമി 1 എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, 1 വർഷത്തിൽ താഴെ മാത്രം സമയമുള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഈ അക്കോളയിൽ മാത്രമാണ്
കോടതി റദ്ദാക്കിയത്. അതിന് അപ്പീൽ കൊടുത്ത് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രക്ഷപ്പെടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആപ്പീസ് പൂട്ടും എന്ന് കോൺഗ്രസിന് വ്യക്തമാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു തിരിച്ചടി കോൺഗ്രസ് ഭയക്കുന്നു. അതും ഇതിന് കാരണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.